ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഒരു ചെറിയൊരു ഡെയിലി വ്ളോഗ് എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. ഞാൻ പാൻറ് ഇട്ടിട്ട് വരാം, അത് നമുക്ക് ബാക്കി വ്ളോഗിലേക്ക് പോകാം. ഓക്കെ, ഹായ്. അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ്. നല്ല മഴയാണ് രാവിലെ, സമയം 7:10. പക്ഷേ വെളിച്ചം അതെ, ഇന്ന് രാവിലെ തൊട്ട് ഞാനൊരു 4:30 എഴുന്നേറ്റതാണ്. അപ്പോൾ നല്ല മഴ, ഒരു രക്ഷയില്ലാത്ത മഴ, അങ്ങനെ നല്ല തണുപ്പും. അങ്ങനെ എൻ്റെ ചുരുണ്ട് കൂടി വീണ്ടും കിടന്നു. പിന്നെ എഴുന്നേറ്റപ്പോൾ 6:30. പിന്നെ വേഗം ചാടി. നല്ല മഴ. ട്രിവാൻഡ്രത്തൊന്നും ഇത്ര മഴയില്ലാത്തോണ്ട് ഞങ്ങൾ വിചാരിച്ചു വലിയ മഴ ഉണ്ടാവില്ല ഇവിടെ. 2 ദിവസമായിട്ട് നല്ല മഴ എന്നാ പറഞ്ഞത്. കോഴിക്കോട് അതെ, തൃശ്ശൂർ അതെ, നല്ല മഴ. അപ്പോൾ ഞങ്ങളുടെ യാത്ര ഞങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. നേരത്തെ ഞാൻ പാൻറ് ഇട്ടിട്ട് വരാമെന്ന് പറഞ്ഞത്, ഞാൻ ഇതിന് കൺഫ്യൂഷൻ വേണ്ട, ഇപ്പോൾ കൺഫ്യൂഷൻ ആയാലും പാൻറ് ഇട്ടിട്ട് വരാന്ന് പറഞ്ഞത് ഒന്നും ഇടാണ്ട് നിൽക്കാന്നല്ല, മുണ്ടെടുത്ത് കയറിയത് മാറിയിട്ട് ഞാൻ പാൻറ് വരാം ഉദ്ദേശിച്ചത്. തെറ്റിദ്ധരിക്കരുത്, ഡോണ്ടോ. ഞങ്ങളിപ്പോൾ പോകുന്നത് AR ഹാൻഡ്ലൂംസിലേക്കാണ്, കുത്താമ്പള്ളി AR ഹാൻഡ്ലൂംസിലേക്കാണ്. അപ്പോൾ അവിടെ നമ്മളൊന്ന് പോയി പർച്ചേസ് ചെയ്യാന്ന് വിചാരിച്ചു. ഇതുവരെ AR ഹാൻഡ്ലൂംസിൽ നമ്മൾ പോയിട്ടില്ല. ഞങ്ങൾ കുറെ വിചാരിക്കുന്നു വീഡിയോസും ഒക്കെ കാണുമ്പോൾ പോകണമെന്ന്, പക്ഷെ പറ്റിയിട്ടില്ലായിരുന്നു. ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ദൈവമേ, ഇപ്പോഴേ ഇവിടെ ബ്ലോക്കാണുള്ള പണി കാരണം. പക്ഷേ ഈ റോഡ് പണി മൊത്തം റോഡ് പൊളിച്ചിട്ട് അതിൻ്റെ അപ്പുറം തന്നെ ടോളും രക്ഷയില്ലതാ. 7 മണിക്ക് തന്നെ ഫുള്ള് ബ്ലോക്ക്. ഏട്ടാ, നമുക്ക് ഒരു പ്രാവശ്യം ഇതിന്റെ മുകളിൽ പോവാവേ. ഇതിന്റെ മുകളിൽ എന്താണെന്നറിയുള്ളത്? എന്താ? വെള്ളം. ഇതിന്റെ മുകളിൽ കൂടെ വെള്ളം പോകുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ കേറിയിട്ട് ഇങ്ങനെ പോവാ. അതിന്റെ മുകളിൽ കയറാൻ പറ്റും. ഞാൻ സുജിത് ഭക്തന്റെ വ്ളോഗിൽ കണ്ടായിരുന്നു, അവര് കേറി. അപ്പൊ തൊട്ട് ഞാൻ വെള്ളം ഇങ്ങനെ എന്താ പറയാ, അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കൊറേ വെള്ളം ഇങ്ങനെ ഒഴുകുന്നു. വെള്ളം കാണാൻ പറ്റുമോ? അതോ പൈപ്പാണ്? വെള്ളം കാണാത്ത വെള്ളമാണത്. അവര് മോനെയൊക്കെ ആയിട്ട് അതിന്റെ മുകളിൽ കയറി നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷെ അത് ഇതൊരു ആളുടെ പ്രോപ്പർട്ടിയാണ്. അതിനെ ചോദിച്ചിട്ട് അവരോട് ചോദിച്ചിട്ട് മുകളിലേക്ക് കയറാൻ പറ്റുള്ളൂ. കോട കണ്ടോ, നല്ല രസമില്ലേ കാണാൻ. സൗണ്ട് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല, കാരണം വിൻഡിന്റെ സൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവാം. ഗൈസ്, ഞങ്ങൾ കുതിരാൻ ടോളിലേക്ക് ഇങ്ങനെ കടക്കുന്നു. അതിന്റെ സൈഡിൽ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്, നല്ല രസമാണ്. കുഞ്ഞൊരു വെള്ളച്ചാട്ടം. നമ്മൾ ARലേക്ക് അപ്പൊ അവിടുത്തെ വിശേഷങ്ങളായിരിക്കും നിങ്ങൾ ഇനി മുമ്പോട്ട് കാണാൻ പോകുന്നത്. ഗൈസ്, പിന്നെ ഈ നാടിന്റെ ഒരു പ്രത്യേകത, ഇവിടെ നമുക്ക് എല്ലാ സ്ഥലത്തും ഒരു റോഡ് തൊട്ടിട്ട് തന്നെ കുറെ ഫ്ലെക്സുകൾ വെച്ചിട്ടുണ്ട്. കുറെ കടകളുണ്ട് അവിടെ, ഒരുപാട് കടകളുണ്ട്. ഈ AR മാത്രല്ലാതെ തന്നെ കുറെ കടകളുണ്ട്. നല്ലൊരു ഗ്രാമം. അതെ, നെയ്ത്തിന്റെ തന്നെ ഒരു നല്ലൊരു ഗ്രാമമാണ്. പക്ഷെ ഇപ്പൊ അവിടെ നിറച്ച് കടകൾ ഇങ്ങനെ നിറഞ്ഞു. അവരെല്ലാവരുടെയും മെയിൻ ഒരു വരുമാനം എന്ന് പറയുന്നത് ഈ ഷോപ്പും ഈ നെയ്ത്തും പരിപാടികളൊക്കെ തന്നെ. എല്ലാവരും നെയ്ത്തില്ലാന്നുണ്ട്, പണ്ടൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അവര് കൂടുതലും വളരെ കുറച്ച് പേരാണല്ലോ ശരിക്കുള്ളവര്, ബാക്കി എല്ലാവരും. പാലക്കാട് മാത്രം കണ്ടുവരുന്ന കുറച്ച് കാഴ്ചകൾ ഞാൻ ഒന്ന് കാണിച്ചിട്ട്, ഇത് നമുക്കിപ്പോ വേറെ എവിടെയും കാണാനില്ലല്ലോ. ഗ്ലാസ് താഴത്തെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കിട്ടും. ഗൈസ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മളിങ്ങനെ 2 സൈഡും ഫുൾ. നമ്മൾ കുറച്ച് ഇങ്ങോട്ട് വന്ന് ഇവിടെ നമ്മൾ ലെഫ്റ്റ് എടുത്ത് ഇതുപോലെ 2 പാടത്തിന് അടിവിക്കോട്ട് ഒരു വഴിയുണ്ട്. ആ വഴിക്കോട്ടാണ് ഇപ്പൊ പോകുന്നത്. പഴയന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ആലത്തൂർ റോഡ് പഴയന്നൂർ. അവിടുന്ന് തിരുവില്യാമലയ്ക്ക് പോകുന്ന റൂട്ടാട്ടോ ഇത്. റൈറ്റ്, തിരുവില്യാമല റൂട്ട്. പിന്നെ റൈറ്റ് എടുക്കുന്നു ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ. പിന്നെ ഈ AR ഇപ്പം അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നോണ്ട് തന്നെ നമ്മള് ഗൂഗിൾ അടിച്ചു കൊടുക്കുമ്പോ തന്നെ കാണിക്കുന്നുണ്ട്. കുതിര ചേട്ടനെ കുതിരാന്ന് വിളിച്ചിട്ട് കൊറേ കടകളുണ്ട്. ഞങ്ങൾ ഇതുവരെ കേട്ട് പരിചയമില്ലാത്ത വഴിയിലേക്ക് തിരിഞ്ഞപ്പോ തൊട്ട് ഫുള്ള് ബോർഡുകളാണ്. അതെ,
കൊറേ ഉണ്ട്. രാമചന്ദ്ര അതാ ARന്റെ വലിയൊരു ഫ്ലെക്സ് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. 2 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ AR ഹാൻഡ്ലൂംസിൽ എത്തി. ഞങ്ങൾ നേരത്തെ ആയിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് പോയതുകൊണ്ട് തന്നെ ഞങ്ങൾ 8:30 ആകുമ്പോഴത്തേനും എത്തി. അതുകൊണ്ട് തന്നെ നമുക്ക് സമാധാനത്തിൽ നോക്കാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പക്ഷേ എല്ലാം നോക്കി താഴെ എത്തുമ്പോഴത്തേനും അത്യാവശ്യം ആൾക്കാർ അവിടെ ഫില്ലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ മുണ്ടിൻ്റെ സെക്ഷനാണ് നോക്കിയത്. നോക്കി ഓരോന്ന് ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ച. ഈ കളർ മുണ്ടുകളുടെ ഒരു വലിയ ഏരിയ തന്നെ ഉണ്ട്. നല്ല അടിപൊളി ഡിസൈൻസും ഉള്ള. അതിൻ്റെ അഭിപ്രായം ഏട്ടൻ തന്നെ പറയുന്നതായിരിക്കും നല്ലത്. ജെൻസിനോട് പറയാനുള്ളത്, ആണുങ്ങൾക്ക് പറ്റിയ ഒരുപാട് എന്താ പറയുക മുണ്ടിൻ്റെയും ഷർട്ട്സ്, ജുബ്ബ, അതിൻ്റെയൊക്കെ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് സംബന്ധിച്ച്. കാരണം ജെൻസിന് നോർമലി പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവാറ്, എല്ലായിടത്തും ഒരു കസവ് ഒന്നെങ്കിൽ സിൽവർ ഉണ്ടാവും, അല്ലെങ്കിൽ കസവ് ഇപ്പോൾ കോപ്പർ ഒരു സമയത്തുണ്ടായിരുന്നു, പിന്നെ ഗോൾഡ്. ഈ 3 ഓപ്ഷനാണ് ഒരു മുണ്ടിലാണെങ്കിൽ എന്തെങ്കിലും നോക്കാറുള്ളത്. പക്ഷെ ഇവിടെ അതിൻ്റെ കുറേ ഡിസൈൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ബ്ലാക്ക് മുണ്ടാണെങ്കിൽ പോലും അതിൻ്റെ കരകളൊക്കെ ഡിഫറെന്റ് ഡിസൈൻസ് ഉള്ള കരകള്, കരയോട് കൂടി തന്നെ വേറെ ഡിസൈൻസ് ഉള്ളത്. പിന്നെന്താ പറയാ, ഇതന്നെ വൈറ്റിലുണ്ട്, കസവ് മുണ്ട് പോലത്തെ മുണ്ടിലും കസവിന്റെ സൈഡിലൊക്കെ ഡിസൈൻസ് ഉള്ളത്. നമ്മളിപ്പം അവിടെ കണ്ടത് കഥകളി, ആദിയോഗി, ആന, മറ്റേ തെയ്യം, അങ്ങനെ ഭയങ്കര ഡിഫറെന്റ് അതേ ഡിസൈൻസിലുള്ള മാച്ചുള്ള ഷർട്ട്സ്, ജുബ്ബ, അങ്ങനെയൊക്കെ ഉണ്ട്. നല്ല നല്ല കളക്ഷൻസ് അതിന്റെ. അത് ജെൻസിന് അങ്ങനത്തെ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ARൽ പോയി എക്സ്പ്ലോർ ചെയ്യുക. അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. ഈവൻ വെഡിങ് പർച്ചേസിനൊക്കെ നല്ല വർത്തായിട്ട് തോന്നി ഞങ്ങൾക്ക്. നിങ്ങളൊന്ന് പോയി നോർമലി എടുക്കാനാണെങ്കിലും ഒരു സാരി അല്ലെങ്കിൽ ഒരു ഡ്രസ്സിന് എടുക്കാൻ പോയിട്ട് കാര്യമില്ല. നിങ്ങളൊരു വണ്ടി എടുത്ത് ഇപ്പൊ കുറച്ച് അധികം എടുക്കാൻ പോയാലും ലാഭമായിട്ടാണ് തോന്നുന്നത്. കാരണം പല സാരികളും വലിയ വലിയ ബ്രാൻഡ് ഷോറൂമിൽ നിന്ന് നമ്മൾ മേടിക്കുന്ന അതേ സാധനം തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. എന്താ പറയാ, പകുതിയേക്കാളും കുറവാണ് ശരിക്കും റേറ്റ്. അതായത് ഒരു 10 രൂപ അല്ലെങ്കിൽ 8 രൂപ 50 രൂപ വരുന്ന സാരീസിന് നമുക്ക് ഇവിടെ ഒരു 2500 രൂപ 3000 രൂപ റേറ്റാണ് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാവരും ആ റേറ്റ് എന്നല്ല പറഞ്ഞത്. ഞാൻ അത്ര റേറ്റ് ഉള്ള പുറത്ത് കിട്ടുന്ന സാരിക്ക് ഇവിടെ ആ റേഞ്ച്, ആ ഡിഫറൻസ് കാണിക്കാൻ വേണ്ടി പറഞ്ഞു. എന്നാൽ ചെറിയ റേറ്റിന്റെ ഉണ്ട്. മാത്രമല്ല ഇപ്പം എന്താ പറയാ, അങ്ങനെ ക്വാളിറ്റിക്ക് ഒന്നും ഒരു കോംപ്രമൈസ് സെയിം ആണ്. ഒരു വ്യത്യാസം ഇവരിൽ നിന്ന് തന്നെ ഹോൾസെയിലിൽ നിന്ന് പല കടകളും എടുത്ത് പുറത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എന്താ പറയാ 2 ഇരട്ടി 3 ഇരട്ടി വിലയിലാണ് പുറത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ ഒന്നത് പോവാ വിസിറ്റ്. അപ്പം എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങളൊന്ന് നോക്കുക. അങ്ങനെ ഞങ്ങൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു, ബില്ല് ചെയ്തു, ഞങ്ങളിത് ഇറങ്ങുവാണ്. അപ്പോൾ രാജുവിനെ കണ്ടു. അപ്പോൾ ഏട്ടൻ സംസാരിച്ച് നിൽക്കുവാണ്. അപ്പം പിന്നെ എടുത്തു പറയേണ്ടത് കസ്റ്റമർ സർവീസാണ് കേട്ടോ. ഭയങ്കര നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു. ഞങ്ങളെ കൂടെ താടെ പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ നല്ലപോലെ നമ്മളെ ഡീൽ ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ടതാണ്. ഞങ്ങൾ AR ഹാൻഡ്ലൂംസിന്റെ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ്. ചെറിയൊരു മഴ പെയ്തിട്ടുണ്ട്. ഇപ്പൊ അവിടെ നല്ല കോടമഞ്ഞുണ്ട്. കാണിക്കാൻ പറ്റുമോ? അങ്ങനെയാണ് വിശേഷങ്ങൾ. ഇനിയിപ്പോ ഹൈലൈറ്റിൽ പോയി നേരെ വീട്ടിൽ പോവാണ്. അപ്പോൾ AR ഹാൻഡ്ലൂംസിന്റെ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഇവിടെ ഞങ്ങൾ അവസാനിപ്പിക്കുന്നത്. വേറൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. ഓക്കെ, ടാറ്റാ, ബൈ.